ഹലോ ആൻഡ് വെൽക്കം ടു BB ടോക്സ് വിത്ത് പേർഷ്യൻ മലയാളി. ഇന്ന് ഞാനൊരു എക്സൈറ്റിംഗ് അപ്ഡേറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. അനുമോളും ജിസലും തമ്മിൽ ഒരു കശപിശ, ഒരു അടിപിടി. സോ കാര്യം എന്താണെന്ന് വെച്ചാൽ ജയിൽ നോമിനേഷന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ നടക്കുമായിരുന്നു. അപ്പോൾ ജിസൽ വന്നിട്ട് അനുമോളിനെ നോമിനേറ്റ് ചെയ്തു. ആൻഡ് കാരണം പറഞ്ഞത് എന്തുവാ, അനുമോൾ കഴിക്കുന്ന എന്തോ റൊട്ടിയോ എന്തോ സംതിങ് അത് ഇങ്ങനെ ഹൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അനുമോൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. അനുമോൾ ഞാൻ ആഹാരം കക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വയലന്റ് ആയിട്ട് ജിസലിൻ്റെ അടുത്തേക്ക് ചെന്നു. ജിസലും അനുമോനായിട്ട് മുന്നേ മുതലേ ചെറിയ ഓരസലുള്ളതുകൊണ്ട്, ബിക്കോസ് ജിസൽ പലതവണ ജിസലിനോട് കോസ്മെറ്റിക്സ് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടും ജിസൽ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടും ജിസൽ വീണ്ടും കോസ്മെറ്റിക്സ് ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് കാണിക്കുന്നത് ബിഗ് ബോസിൽ. ആൻഡ് അനുമോൾക്ക് ആ ഒരു മനസ്സിലൊരു റൈവലറി ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ബിക്കോസ് അനുമോൾ ചെന്ന് ജിസലിന്റെ ബാഗൊക്കെ സെർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ജിസലിന്റെ അറിവില്ലാതെ. അപ്പോൾ ജിസലിന് അത് ഇഷ്ടമല്ല. സോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കശപിശ അത് മനസ്സിൽ വെച്ചോണ്ടാണെന്ന് തോന്നുന്നു ജിസൽ അവളെ നോമിനേറ്റ് ചെയ്തത്, അനുമോളിനെ ജയിൽ നോമിനേഷനിലേക്ക്. ആൻഡ് അനുമോക്കും ജിസലിനോട് അതേപോലെ ഒരു ചെറിയൊരു ഇതുണ്ട്, പ്രശ്നമുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാലും അതുണ്ട്. സോ അതാണ് ഇവിടെ ഈ പ്രശ്നത്തിന് കാരണം. അപ്പോൾ ജിസൽ അനുമോളിനെ നോമിനേറ്റ് ചെയ്ത് എന്തോ ഇങ്ങനെ കട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അനുമോൾ ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് ദേഷ്യപ്പെട്ട് ജിസലിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ കൈയൊക്കെ വീശി. അപ്പോൾ കയ്യിൽ അടിച്ചെന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. ഇനി പ്രോപ്പർ അപ്ഡേറ്റ് നമുക്ക് എപ്പിസോഡിലേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ അടിച്ചപ്പോൾ ഇങ്ങനെ കയ്യിൽ കൊണ്ടതായിട്ടാണ് തോന്നിയത്. സോ നമുക്ക് അതും ഒരു അടിച്ചതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ബിക്കോസ് നമുക്ക് ഒരു കണ്ടസ്റ്റൻസിനെ അഗെയിൻസ്റ്റ് ബിഗ് ബോസിൽ നമുക്ക് വയലൻസ് പറ്റില്ല. സോ ഈ കാണിച്ചതും ചെറിയൊരു വയലൻസ് ആയിട്ട് തന്നെ വരും. ജിസൽ ഇതൊരു പ്രശ്നമാക്കുവാണെങ്കിൽ അനുമോക്ക് ഇതൊരു പണി കിട്ടും ഇതിന്. പിന്നെ ജിസലിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ജിസൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വലിയ ഇപ്പൊ തന്നെ ഈ കാര്യത്തിനായാലും ജിസൽ സാധാരണ കണ്ടസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം നടക്കുമ്പോൾ തന്നെ അതിനെ വലിയൊരു പ്രശ്നമാക്കി ഊതിപ്പെരുപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ജിസൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കാണിച്ചില്ല. അനുമോളാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അനുമോൾ തന്നെ പോയി ജിസലിനെ വയലന്റ് ആയിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചിട്ട് അനുമോൾ തന്നെ അവിടെ കിടന്ന് കരയവേം ഡ്രാമയും കുറെ കരച്ചിലും അന്നന്ന് പോലെ കരച്ചിലാണ്. സോ ഇന്നും അനുമോൾ തന്നെ പോയി ഫ്യൂരിയസ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ കൈയൊക്കെ വീശിട്ട് അനുമോൾ തന്നെ ഇരുന്ന് കരയുമായിരുന്നു. അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. ഈ ഡ്രാമയും കരച്ചിലും ബഹളത്തിന്റെ ഇടയ്ക്ക് ഫൈനലി ബിഗ് ബോസ് ജയിൽ നോമിനേഷൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ജയിൽ നോമിനേഷനിൽ 4 പേരെയാണ് സെലക്ട് ചെയ്തത്. രേണു സുധി, നെവിൻ, നമ്മുടെ അനുമോൾ ആൻഡ് സാരിക PG. പക്ഷെ പിന്നെ സാരിക PGക്കും നമ്മുടെ അനുമോക്കും സെയിം വോട്ട്സ് ആണ്. അതുകൊണ്ട് വീണ്ടും ബിഗ് ബോസ് ചോദിച്ചു, ഈ 2 പേർക്കും സെയിം വോട്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് വിടാൻ ആഗ്രഹം ചോദിച്ചപ്പോൾ ഫൈനലി അങ്ങനെ സെലക്ട് ചെയ്ത് ലാസ്റ്റ് അനുമോൾ ഒഴിവായി. ലാസ്റ്റ് വീക്കും അനുമോളാണല്ലോ ജയിലിൽ പോയത്. സോ അനുമോൾ ഒഴിവായിട്ട് സാരിക PGയാണ് ജയിലിലേക്ക് സെലക്ട് ചെയ്തത്. സോ ഈ ഒരു ഇഷ്യൂ ഇവിടെ തീരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും ഇനി കുറേ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് എടുത്തിടുന്നതായിരിക്കും. ലാലേട്ടനും ചോദിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നതല്ല, തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. സോ ഇതാണ് ഇന്നത്തെ എക്സൈറ്റിംഗ് അപ്ഡേറ്റ്. എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി, നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം. Please like and subscribe to our channel Persian Malayali. Thank you so much. This was BB Talks with Persian Malayali signing off. Bye.